സംസ്ഥാനത്ത് ആശങ്കയേറ്റി പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഇക്കഴിഞ്ഞ 5 ദിവസത്തിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്കാണ് പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടമായത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ യോഗം വിളിച്ചിട്ടുണ്ട്. മേഘ്ന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ദിവസങ്ങൾക്കിടെ 4 മരണങ്ങൾ, അതിൽ 2 കുട്ടികൾ എന്നുള്ള വലിയ സങ്കടമുണ്ട്. എല്ലാവരും ഈ ചൂടൊക്കെ തന്നെ കാരണം ഈ വീടിൻ്റെ ജനലൊക്കെ തുറന്നിട്ടും ഒക്കെ തന്നെ കിടക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളൊക്കെ തന്നെ വേനൽക്കാല അവധിയാണ്, അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നു. അങ്ങനെ വലിയ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ പുറത്തിറങ്ങാൻ പോകുമ്പോൾ ഈ പാമ്പ് കടിക്കുമെന്നുള്ള അവസ്ഥയാണ്. റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ പോലും നമ്മളടക്കം ഇപ്പോൾ വലിയ ശ്രദ്ധ പുലർത്തിയാണ് നടക്കുന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ശ്രദ്ധ വേണം എന്ന തരത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ യോഗം വിളിച്ചിരിക്കുകയാണ്. അനിൽ, തീർച്ചയായും അതിതീവ്ര ജാഗ്രത തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. കാരണം ഉയർന്ന താപനിലയാണ്. ആ സമയത്ത് മാളങ്ങളിൽ നിന്നടക്കം ഇഴജന്തുക്കൾ പുറത്തേക്കിറങ്ങാനും ഈർപ്പമുള്ള സ്ഥലത്ത് എത്തിച്ചേരാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ വനം വകുപ്പും അറിയിക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ 4 മരണങ്ങളാണ് പാമ്പ് കടിയേറ്റുണ്ടായിരിക്കുന്നത്. അതിൽ 2 കുട്ടികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ 4 മരണങ്ങളിൽ 3 മരണങ്ങളിലും ഈ മരണത്തിന് മുന്നേ ഇത് പാമ്പ് കടിയേറ്റാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ണ്ടായിരുന്നില്ല. അതിനുശേഷം മരണത്തിന് ശേഷമാണ് പാമ്പിന്റെ വിഷം ഉള്ളിൽ ചെന്നാണ് മരണം എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. അതോടെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ DMOമാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ആശുപത്രികളിലേക്ക് എത്തുന്ന ഇത്തരം കേസുകളിൽ പ്രത്യേക ജാഗ്രത വേണം. അത് അത്യാഹിത വിഭാഗങ്ങളിലടക്കം ഇത്തരം കേസുകൾ എത്തുമ്പോൾ അത് പാമ്പിന്റെ വിഷമാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള പ്രത്യേക ജാഗ്രത വേണമെന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ആന്റിവെനം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതിൽ മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ ആന്റിവെനം എല്ലാ സാഹചര്യത്തിലും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ പാമ്പിൻ വിഷം ഉള്ളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആന്റിവെനം കൊടുക്കുകയാണെങ്കിൽ അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് മരണകാരണമായേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റിവെനം കൊടുക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ച് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജാഗ്രതാപൂർവ്വം ഈ ഒരു കാര്യങ്ങളിൽ നടപടി എടുക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ ചിറയൻകീഴ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിലടക്കം ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം എത്തിയിരുന്നു. കാരണം ആന്റിവെനം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൊടുത്തില്ല, പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. അപ്പോഴേക്കും കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ആശുപത്രിയുടെ വിശദീകരണം എന്ന് പറയുന്നത് രക്തപരിശോധനയിലടക്കം അത് പാമ്പിൻ വിഷമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആന്റിവെനത്തിന്റെ കാര്യത്തിൽ എല്ലാ ജില്ലാ താലൂക്ക് മെഡിക്കൽ ആശുപത്രിയിലും ആന്റിവെനം സ്റ്റോക്ക് ഉണ്ട്. ഈ ചിറയൻകീഴ് ആശുപത്രിയിലടക്കം 27 വയൽ ആന്റിവെനം സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിക്കുന്നത്. എന്തായാലും ആ യോഗത്തിൽ തുടർ തീരുമാനങ്ങളും പുതിയ ഏതെങ്കിലും തരത്തിൽ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ് ആകാംക്ഷയോടെ നോക്കുന്നത്. എന്തായാലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും നൽകുന്നത്. അതിൽ ഈ ഒരു സമയത്ത് താപനില ഉയരുന്ന സമയത്ത് ആശുപത്രികളിലേക്ക് എത്തുന്ന എല്ലാ കേസുകളിലും പ്രത്യേക ജാഗ്രത വേണമെന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.